ഫയറല്ല, കരിമാടിക്കുട്ടനാവോ ദൈവം എന്നൊക്കെ വെച്ചിട്ട് പരിപാടികളാട്ടോ തമാശ കളിക്കില്ലേ നീ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയി വൈറലായിക്കൊണ്ടിരിക്കുന്ന ചാർക്കോൾ ഫേസ് പാക്കാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ മുഖത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ഉണ്ടായിരുന്നു. നിങ്ങൾ വടക്കുന്നാഥനിൽ പോയ ആ വ്ളോഗൊക്കെ കണ്ടായിരുന്നു, നമ്മുടെ സ്നോ ബേബീനെയും കൊണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അവിടെ പോയി വന്നപ്പോഴേക്കും ഞാൻ നല്ല രീതിയിൽ ടാൻ അടിച്ചു. പിന്നെ എനിക്ക് സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ കളയാം, സൈഡിൽ കൂടെ റിസൾട്ട് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചാർക്കോൾ ഉണ്ടാക്കാൻ വേണ്ടി നാച്ചുറൽ ആയിട്ടുള്ള ചാർക്കോളിന് വേണ്ടി ചിരട്ടയാണ് ഞാൻ കത്തിച്ചത്. ചിരട്ട കത്തിക്കാനായിട്ട് നമുക്ക് അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തിട്ടാട്ടോ ഞാൻ കത്തിച്ചത്. 2 ചിരട്ട ഇട്ടപ്പോഴാണ് എനിക്ക് ഇത്രയും കരി കിട്ടിയത് കേട്ടോ. അതുപോലെ നിങ്ങൾ ആൾക്കാരനുസരിച്ച് കൂടുതൽ ചിരട്ടയിട്ട് കത്തിക്കാൻ മറക്കരുത്. ഞാൻ കണ്ട ഷോർട്സിൽ തൈരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തൈരും കടലമാവും തേനുമാണ് ഇതിലേക്ക് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തത്. അപ്പം തൈര് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം ഞാൻ ഒഴിച്ചത് കുറച്ചാണെങ്കിലും അത് തന്നെ ഇതിലേക്ക് കൂടുതലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. കാരണം നമ്മുടെ മാസ്ക് കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി. അപ്പോൾ അതിന് കട്ടി കൂട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ചും കൂടെ കടലമാവ് ഞാൻ കോരിയിട്ടു. അപ്പോൾ കുറച്ച് തിക്കായി. അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്ന കടലമാവ് മൊത്തം ഞാൻ അതിലേക്ക് കോരിയിട്ടിട്ടാണ് എനിക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമല്ലോ, മുഖത്ത് ഫേസ് പാക്ക് ഇടുന്ന ആ പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നത്. എൻ്റെ മുഖം നിങ്ങൾ കണ്ടോളൂ, ഇങ്ങനെയാണ് എൻ്റെ മുഖം. ഇത് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു 1 സൈഡിൽ തേച്ചിട്ട് അത് 1 സൈഡിൽ വെറുതെ വിട്ടിട്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കാണിക്കാമല്ലോ, അങ്ങനെ ഇടാന്ന്. അങ്ങനെ ഒരു സൈഡിൽ ഞാൻ തേച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരു സൈഡിലും മുഖത്തൊരു സൈഡിലും ഒരു കയ്യിലും ഞാൻ തേക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ചെക്കന്മാരെ ഞാനിത് പിടിച്ച് തേപ്പിച്ചു. അത് നിങ്ങൾക്ക് വഴിയേ കാണാം. പിന്നെ ഒരു കയ്യിലും ഫേസിൻ്റെ ഒരു ഭാഗത്ത് മാത്രം തേച്ച് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഫയറല്ല, കരിമാടിക്കുട്ടനാവോ ദൈവം എന്നൊക്കെ വെച്ചിട്ട് പരിപാടികളാട്ടോ തമാശ കളിക്കില്ലേ നീ. ഞാൻ വേണ്ട 100 വട്ടം പറഞ്ഞാണ് എന്റെ അടുത്ത്. ഒഴുകണ എന്റെ മൂക്കിൽ പിടിക്കവനെ. അന്ന് താടിയിലൊക്കെ തേക്ക് രോമം പോവും. ഇല്ല, അത് കരിയല്ല. ഡെയിലി ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വരും. പിന്നെ നിർത്തിട്ട് ഇതിന്റെ റിസൾട്ട് ഞാൻ കണ്ടതൊക്കെ ഭയങ്കര ഗുഡാണ്. ഇതിന്റെ റിസൾട്ട് റിപ്പോർട്ട് വരട്ടെന്ന് 20 മിനിറ്റിന് ശേഷം റിസോർട്ട് ഗൈസ്, ഞാൻ 20 മിനിറ്റ് കൂടുതൽ വെച്ചു എന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ ഈ കൈ നിങ്ങൾ കണ്ടോ? ഈ കൈ കണ്ടോ? ഇപ്പം ഇത് കഴുകുമ്പോൾ ഒന്നും കൂടെ കണ്ടോ? ഇതെല്ലാം എൻ്റെ വടക്കുന്നാഥനീത്തെ ടാനാണ്. കഴുകിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ തുടച്ചിട്ടോ. ഗൈസ് കണ്ടോ? ഇതിലേത് കൈ ഇത് കറുത്തിരിക്കണമല്ല, അത് പൊള്ളിയതാണ്. നിങ്ങൾ നോക്കൂ, ഇതാണ് ഞാൻ തേച്ച കൈ, ലെഫ്റ്റ് ഹാൻഡ്. ഫോക്കസ് ആവും കേട്ടോ. ഇതാണ് അല്ലാത്ത ഹാൻഡ്. വ്യത്യാസം കുറച്ചെങ്കിലും അറിയുന്നുണ്ടോ? ഈ മുഖം കഴുകിയിട്ട് എനിക്ക് കാണിക്കണമെന്നുണ്ട്. ഇതിൽ മാത്രം മറ്റേ പെടലി ഇട്ട പോലെ. ഗൈസ് നോക്കൂ, ഈ ഭാഗമാണ് ഞാൻ ഗൈസ് ഈ ഭാഗത്താണ് ഞാൻ ഇട്ടത്. ആൻഡ് ഈ ഭാഗത്ത് ഞാൻ ഇട്ടിട്ടില്ല. ഭയങ്കര വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമല്ല, കുറച്ച്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഉണ്ടാടാ വ്യത്യാസം, ആർക്കറിയാം? നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ ഇടട്ടെ. ഗൈസ്, ഇതാണ് എൻ്റെ ഇത്. ടാൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ട പോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റുമ്പോൾ മറ്റേ ചില കൊറിയൻ മറ്റേ സീഡൊക്കെ വെച്ചിട്ട് കാണിക്കില്ലേ,
അതുപോലെ പാണ്ട അങ്ങനെയൊന്നുമില്ല, കുറച്ച് ടാൻ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. കുറച്ച് ദിവസം എന്തായാലും കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് കുറച്ച് ദിവസം തേച്ച് നോക്കട്ടെ. എന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ റിസൾട്ട് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പോവാണ് ഒരു വഴിക്ക്. അപ്പോൾ അത് കാരണം എനിക്ക് അവിടെ വെച്ചെടുക്കാൻ പറ്റാൻ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.